ഹായ് മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ റീപ്രൊഡക്ഷൻ ഇൻ അനിമൽസ് എന്നുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് റീപ്രൊഡക്ഷൻ ഇൻ അനിമൽസ്, അല്ലെങ്കിൽ എന്താണ് റീപ്രൊഡക്ഷൻ എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്, എന്തൊക്കെയാണ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് വരുന്നത്, അനിമൽസിലുള്ള റീപ്രൊഡക്ഷൻ എന്താണ്, അതുപോലെ തന്നെ പ്ലാന്റ്സിലുള്ള റീപ്രൊഡക്ഷൻ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, കുറച്ച് വലിയ ചാപ്റ്റർ ആണ്, എങ്കിലും നമുക്കത് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് റീപ്രൊഡക്ഷൻ, അല്ലെങ്കിൽ എന്താണ് റീപ്രൊഡക്ഷൻ ഇൻ അനിമൽസ്. നമ്മൾ അനിമൽസിലാണ് ഇവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, എങ്കിലും നമുക്ക് പറയാം എന്തൊക്കെയാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അനിമൽസിന്റെയിലാണെങ്കിലും പ്ലാന്റ്സിന്റെയിലാണെങ്കിലും അവരുടെ ബോഡിക്കകത്ത് ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്, അല്ലെ? ഒരുപാട് ലൈഫ് പ്രോസസ് അവരുടെ ബോഡിക്കകത്ത് നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ പറയുന്ന ലൈഫ് പ്രോസസ്സുകൾ, എന്തൊക്കെയാണ് ഇതിന് ഓരോന്നിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെ? എന്തൊക്കെയാണ് നമ്മുടെ ഇല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിന്റെ ബോഡിക്കകത്ത് നടക്കുന്ന പ്രോസസ്സുകൾ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ആദ്യം തന്നെ നമ്മുടെ ബോഡിക്കകത്ത് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാം ആദ്യം നടക്കുന്ന അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താ? ന്യൂട്രീഷൻ ആണ്, അല്ലെ? നമ്മൾ ഭക്ഷണം അകത്തേക്ക് എടുക്കുന്നുണ്ട്, നമ്മൾ കഴിക്കുന്നുണ്ട്, അതൊക്കെ ന്യൂട്രീഷനിൽ പെടും. അപ്പൊ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു ലൈഫ് പ്രോസസ് ഉണ്ട്. അതുപോലെ തന്നെ കഴിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം എടുക്കുന്നത്, അല്ലെ, ഇൻടേക്ക് ഓഫ് ഫുഡാണ് നമ്മൾ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്, ഈ ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഇൻടേക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്ത് നടക്കുന്നുണ്ട്? വേറൊരു പ്രോസസ് നടക്കുന്നുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ ഡൈജഷൻ നടക്കുന്നുണ്ട്. ദെൻ എക്സ്ക്രീഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട്, ഡൈജസ്റ്റ് ചെയ്ത ഭക്ഷണങ്ങളെല്ലാം അതിൽ നിന്ന് വേസ്റ്റ് ഉണ്ടാവുന്നതിനെ പുറത്തോട്ട് കളയുന്ന പ്രോസസ്, അതിനെയാണ് നമ്മൾ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്, ഇൻടേക്ക് ഓഫ് ഓക്സിജൻ, അല്ലെങ്കിൽ അതിൽ നിന്നും നമ്മൾ ഭക്ഷണം ന്യൂട്രീഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൽ നിന്നും നമുക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യണം, അല്ലെ? നമ്മുടെ ബോഡിക്ക് എനർജി ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ബ്രീത്തിങ് എന്ന് പറയുന്നത്. ബ്രീത്തിങ് എന്ന് പറയുമ്പോൾ ഇൻടേക്ക് ഓഫ് ഓക്സിജൻ ആൻഡ് ഗിവിംഗ് ഔട്ട് ഓഫ് ദ കാർബൺ ഡൈ ഓക്സൈഡ്, അല്ലെ? ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രോസസ്സുകൾ നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്നുണ്ട്, എല്ലാവരുടെ ബോഡിക്കകത്ത് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നടക്കുന്ന ഒരു പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. എല്ലാവരുടെയും, പ്ലാന്റ്സിനാണെങ്കിലും അനിമൽസ് ആണെങ്കിലും എല്ലാവർക്കും റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. എന്താണ് ഈ പറയുന്ന റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്? നമുക്കറിയാം ഒരു ലിവിങ് ഓർഗാനിസംസിൽ നിന്നും അവരുടെ തന്നെ സിമിലർ ആയിട്ടുള്ള ഓസ്പ്രിങ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ്, ഒരു ബയോളജിക്കൽ പ്രോസസ്സിനെയാണ് നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഒരു ലൈഫ് പ്രോസസ്സാണ് അവരുടെ ബോഡിക്കകത്ത്, ഓരോ ഓർഗാനിസത്തിലും നടക്കുന്ന ഒരു ലൈഫ് പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. റീപ്രൊഡക്ഷൻ മാത്രമല്ല, ഒരുപാട് പ്രോസസ്സുകൾ അവരുടെ ബോഡിക്കകത്ത് നടക്കുന്നുണ്ട്. ഈ പറയുന്ന ന്യൂട്രീഷൻ, ഡൈജഷൻ, എക്സ്ക്രീഷൻ, റെസ്പിറേഷൻ എന്നൊക്കെ പറയുന്ന ഒരു കുറേ അധികം പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. അതിലെ ഒരു പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പ്രൊഡ്യൂസിങ് ദെയർ യങ് വൺസ്, അവരുടെ തന്നെ സിമിലർ ആയിട്ടുള്ള സെയിം കൈൻഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ സെയിം കൈൻഡ് ഓഫ് ദ ലിവിങ്സ് അവരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ റീപ്രൊഡക്ഷൻ ഈസ് ഇമ്പോർട്ടന്റ്, അല്ലെ? റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ട്? കാരണം കണ്ടിന്യൂറ്റി ഓഫ് ദ ലൈഫ് ഉണ്ടാവണമെങ്കിൽ, ഒരു കണ്ടിന്യൂഷൻ, അവരുടെ തന്നെ ഒരു കണ്ടിന്യൂഷൻ നടക്കണമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും റീപ്രൊഡക്ഷൻ എന്നുള്ള ഒരു പ്രോസസ് നടക്കണം, അല്ലെങ്കിൽ ആ ഒരു ജനറേഷൻ അവിടെ വെച്ച് അവസാനിക്കുന്നുണ്ട്. അപ്പൊ റീപ്രൊഡക്ഷൻ ഇമ്പോർട്ടന്റ് ആവുന്നത് എന്തുകൊണ്ടാണ്? ഇറ്റ് മേക്സ് എ കണ്ടിന്യൂഷൻ ഓഫ് ദ ലൈഫ്, അല്ലെങ്കിൽ ലൈഫിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഈ പറയുന്ന റീപ്രൊഡക്ഷനിലൂടെ നടക്കുന്നത്. സെയിം കൈൻഡ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞതാണ് സെവറൽ പ്രോസസ്, അല്ലെ? ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. സർക്കുലേഷൻ ഓഫ് ദ ബ്ലഡ് നടക്കുന്നുണ്ട്, ഡൈജഷൻ നടക്കുന്നുണ്ട്, റെസ്പിറേഷൻ നടക്കുന്നുണ്ട്, അല്ലെ? ഇതൊക്കെ ഓരോ ലൈഫ് പ്രോസസ്സുകളാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് സർവൈവൽ ഓഫ് ദ ഹ്യൂമൻ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണ്? ഒരു ഓർഗാനിസത്തിന്റെ ആണെങ്കിലും ഒരു ഹ്യൂമൻ ബീയിങ്സിന്റെ ആണെങ്കിലും സർവൈവലിന് ഈ പറയുന്ന പ്രോസസ്സുകൾ എല്ലാം ആവശ്യമാണ്, അല്ലെ?
അതുപോലെ തന്നെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്നാ പറഞ്ഞത്, അവരുടെ തന്നെ, അതായത് റീപ്രൊഡക്ഷൻ ഇൻ ആനിമൽ ഡസ് നോട്ട് ടേക്ക് പ്ലേസ്, നോ സിമിലർ കൈൻഡ് ഓഫ് ഓർഗാനിസം വിൽ ബി പ്രസന്റ് ഓൺ ദ എർത്ത് ജനറേഷൻ. ഓരോ ജനറേഷൻസ് കഴിയുമ്പോഴും അവരുടെ ആ ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എസെൻഷ്യൽ. എന്തിനു വേണ്ടിയിട്ടാണ് ഇറ്റ് ഈസ് എസെൻഷ്യൽ എന്ന് പറയുന്നത്? ടു മെയിൻറ്റെയിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് ദ സ്പീഷീസിന്റെ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നടക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആണല്ലോ? റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഓരോ ഓർഗാനിസത്തിലും നടക്കുന്ന ലൈഫ് പ്രോസസ്സിൽ വരുന്ന ഒരു പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. റീപ്രൊഡക്ഷൻ കാരണം അവിടെ കണ്ടിന്യൂറ്റി ഓഫ് ദ ജനറേഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിമിലർ കൈൻഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അതാണ് നമ്മളിവിടെ റീപ്രൊഡക്ഷന്റെ കാര്യം പറഞ്ഞത്. ഇനി പറയുമ്പോൾ നമ്മുടെ അനിമൽസിന്റെ കേസിലാണെങ്കിലും പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിലും റീപ്രൊഡക്ഷൻ പറയുമ്പോൾ നമുക്ക് പറയാം there are the two types of reproduction. മെയിൻലി 2 തരത്തിൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഏതൊക്കെയാണ് 2 തരത്തിലുള്ള റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്? നമുക്കറിയാം, വളരെ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചു വരുന്നതാണ് അല്ലെ. 2 modes of reproduction എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സെക്ഷുവൽ റീപ്രൊഡക്ഷനും നടക്കുന്നുണ്ട്, എസെക്ഷുവൽ റീപ്രൊഡക്ഷനും നടക്കുന്നുണ്ട്. സെക്ഷുവലി അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എസെക്ഷുവലിയും അവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ, എന്താണ് എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ പഠിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്താണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ, എന്താണ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. അതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ എപ്പോഴും 2 പാരന്റ്സ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. 2 type of parents are involving, അല്ലെങ്കിൽ 2 opposite sex of parents are involving in the sexual reproduction. Asexual reproductionലാണെങ്കിൽ only 1 parent is involving in the process. ക്ലിയർ ആണോ? സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ 2 പാരന്റ്സ്, ഒരു ഫാദർ ഒരു മദർ, അല്ലെങ്കിൽ ഒരു മെയിൽ ഒരു ഫീമെയിൽ എന്ന് പറയുന്ന 2 പേരന്റ്സിന്റെ ഇൻവോൾവ്മെന്റ് നടക്കുന്നുണ്ട് സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ. നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. ഇവിടെ സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ എങ്ങനെയാണ് നടക്കുന്നത്? 2 പാരന്റ്സ് ഉണ്ടാവും. ഓക്കെ, 2 പാരന്റ്സ് അവിടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ബട്ട് ഓക്കെ, 2 പാരന്റ്സ് ആണ് ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷനിലാണെങ്കിൽ അവിടെ എങ്ങനെയാണ്? 1 പേരന്റ് മാത്രമേ അവിടെ ഈ പ്രോസസ്സിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആൻഡ് ദ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഇത് നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാം റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അവരുടെ തന്നെ സിമിലർ ആയിട്ടുള്ള ഓർഗാനിസത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ലൈഫ് പ്രോസസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ 2 type of reproduction ഉണ്ട് എന്നുള്ളതും ഓർത്തിരിക്കുക. 2 types are the sexual reproduction and the asexual reproduction. Sexual reproduction അകത്ത് 2 parents are involving in the process, but in the case of the asexual reproduction only 1 parent is involving in this process എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ എന്താണ് ഡിഫറൻസസ്? ദാറ്റ് ഈസ് സിമിലാരിറ്റി ബിറ്റ്വീൻ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. നമ്മൾ പറഞ്ഞു പ്ലാന്റ്സിനകത്തും നടക്കുന്നുണ്ട് റീപ്രൊഡക്ഷൻ, അനിമൽസിനകത്തും നടക്കുന്നുണ്ട് റീപ്രൊഡക്ഷൻ അല്ലെ. പ്ലാന്റ്സ് ആണെങ്കിലും അവരിൽ നിന്ന് ഒരുപാട് പ്ലാന്റ്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അനിമൽസ് ആണെങ്കിലും അവിടെയും ഒരുപാട് ജനറേഷൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ഇവരുടെ സിമിലാരിറ്റീസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. പ്ലാന്റ്സിനകത്താണെങ്കിലും അനിമൽസിനകത്താണെങ്കിലും ഈ പറയുന്ന 2ഉം നടക്കുന്നുണ്ട്. സെക്ഷുവൽ റീപ്രൊഡക്ഷനും നടക്കുന്നുണ്ട്, അസെക്ഷുവൽ റീപ്രൊഡക്ഷനും നടക്കുന്നുണ്ട്. നമുക്കറിയാം പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ അവിടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് അവരുടെ ഫ്ലവേഴ്സ് ആണ്. ഫ്ലവേഴ്സിലാണ് അവരുടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് കാണപ്പെടുന്നത്. നമുക്കറിയാം ഒരു ഫ്ലവർ എടുത്തു കഴിഞ്ഞാൽ അതിൽ മെയിൽ പാർട്ടും കാണപ്പെടുന്നുണ്ട്, ഫീമെയിൽ പാർട്ടും കാണപ്പെടുന്നുണ്ട്. മെയിൽ പാർട്ടിനെയാണ് നമ്മൾ ആന്തർ അല്ലെങ്കിൽ സ്റ്റേമൻ എന്നൊക്കെ വിളിക്കുന്നത്. അതിനകത്ത് സ്റ്റേമനകത്ത് ആന്തർ ഉണ്ടാവുന്നു. ആന്തറിനകത്ത് അവിടെ മെയിൽ അല്ലെങ്കിൽ മെയിൽ ഗാമീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു.
അതുപോലെ തന്നെ ഫീമെയിൽ ആയിട്ടുള്ള സ്ട്രക്ചർ, ഫ്ലവറിൽ കാണുന്ന ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് അവിടുത്തെ ഓവറി അല്ലെങ്കിൽ ഓവ്യൂൾ എന്നൊക്കെ പറയുന്നത്. ആ ഓവ്യൂളിൽ നിന്നും ഫീമെയിൽ ഗാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു അല്ലെ. അപ്പൊ ഇങ്ങനത്തെ കേസ് നമുക്കറിയാം. അപ്പൊ നമുക്കറിയാം രണ്ട് പ്രോസസ് അല്ലെങ്കിൽ രണ്ട് ഓർഗൻസ് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മെയിൽ പറയുന്ന ഒരു സ്ട്രക്ചറും ഉണ്ടാവുന്നുണ്ട്, ഫീമെയിലിന്റെ ഒരു സ്ട്രക്ചറും അവിടെ നമുക്ക് ഫ്ലവേഴ്സിൽ കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അവിടെ നടക്കുന്നത് എന്താണ്, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. ബിക്കോസ് ടു പാരന്റ്സ് അല്ലെങ്കിൽ ടു സ്ട്രക്ചേഴ്സ് ആർ ഇൻവോൾവിങ് അല്ലെ. ഫ്ലവേഴ്സിലാണെങ്കിലും മെയിലും ഫീമെയിലും സ്ട്രക്ചേഴ്സ് കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം അവിടെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതുപോലെ തന്നെ പ്ലാന്റ്സിനകത്തും എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. നമുക്ക് നമ്മൾ ഒരു ചെടീനെ, ഒരു കമ്പ് മുറിച്ച് നമ്മൾ അതിനെ മാറ്റി വേറെ വെക്കുന്ന സമയത്ത് ആ കമ്പിൽ നിന്നും വേറൊരു ചെടി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് ആസ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അവിടെ ഒരു സെക്സ് ഓർഗൻസിന്റെ അല്ലെങ്കിൽ രണ്ട് പാരന്റ്സിന്റെ ഇൻവോൾവ്മെന്റ് അവിടെ നടക്കുന്നില്ല. ഒറ്റ കമ്പിൽ നിന്നാണ് നെക്സ്റ്റ് ജനറേഷൻ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ദാറ്റ് ജനറേഷൻ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ദ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ദാറ്റ് റീപ്രൊഡക്ഷൻ ഈസ് കോൾഡ് ആസ് ദി അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അവർ രണ്ട് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ മെയിലും ഫീമെയിലിന്റെയും ഇൻവോൾവ്മെന്റ് അവിടെ നടക്കുന്നില്ല. അപ്പൊ നമുക്ക് ആ റീപ്രൊഡക്ഷനെ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ പ്ലാന്റ്സിനകത്തും ആനിമൽസിനകത്തും എന്ത് നടക്കുന്നുണ്ട്, അസെക്ഷുവലും നടക്കുന്നുണ്ട്, സെക്ഷുവലും നടക്കുന്നുണ്ട്. ക്ലിയർ? അപ്പൊ നമുക്ക് എന്താ പറയാം, സിമിലാരിറ്റീസ് പറയുന്ന സമയത്ത് പ്ലാന്റ്സിനകത്തും ആനിമൽസിനകത്തും അസെക്ഷുവൽ റീപ്രൊഡക്ഷനും സെക്ഷുവൽ റീപ്രൊഡക്ഷനും നടക്കുന്നു. ഓക്കെ, just like plants and in animals, the male and female have reproductive organs. Male reproductive organs ഉം female reproductive organs ഉം കാണപ്പെടുന്നു. ഫ്ലവേഴ്സിന്റെ കേസിൽ മെയിൽ സ്ട്രക്ചറും കാണപ്പെടുന്നുണ്ട്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടും കാണപ്പെടുന്നുണ്ട്. ദാറ്റ് മെയിൽ പ്രൊഡ്യൂസസ് എ മെയിൽ ഗാമേറ്റ് ആൻഡ് ദ ഫീമെയിൽ പ്രൊഡ്യൂസസ് എ ഫീമെയിൽ ഗാമേറ്റ്. രണ്ട് ഗാമീറ്റ്സും കൂടെ ഫ്യൂസ് ചെയ്ത് അവിടെ സൈഗോട്ട് ഫോം ചെയ്യുന്നു. സൈഗോട്ടിൽ നിന്ന് നെക്സ്റ്റ് എംബ്രിയോ ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ രണ്ട് സാധനങ്ങളും അല്ലെങ്കിൽ രണ്ട് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സും കൂടെ രണ്ട് ഗാമീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അവസാനം അവിടെ സൈഗോട്ട് ഫോം ചെയ്യുന്നുണ്ട്. സൈഗോട്ട് ആണ് ലേറ്റർ എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യും. Then that produces a new individual. That process is similar in the plants and also in the animals. ഈ പറയുന്ന സെക്ഷുവൽ റീപ്രൊഡക്ഷനും അസെക്ഷുവൽ റീപ്രൊഡക്ഷനും കോമൺ ആണ്. പ്ലാന്റ്സിനകത്തും ആനിമൽസിനകത്തും കോമൺ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ സിമിലാരിറ്റി ബിറ്റ്വീൻ ദ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. പ്ലാന്റ്സിലും അനിമൽസിലും നടക്കുന്ന റീപ്രൊഡക്ഷനിൽ നടക്കുന്ന സിമിലാരിറ്റി ആണ് ഈ പറഞ്ഞത്. അസെക്ഷുവലും സെക്ഷുവലുമായിട്ട് റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് ഇവര് രണ്ടുപേരിലും. ക്ലിയർ? ഇനി നമുക്ക് നോക്കാം സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്താണ്. നമ്മൾ പറഞ്ഞു അല്ലെ, നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, there is an involvement of the male parent and a female parent. ഒരു മെയിൽ പാരന്റ് അവിടെ ഉണ്ടാവുന്നു and also the female parent is there, and from the male parent male gametes are producing. male gamete produce ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഫീമെയിൽ പാരന്റ് ആവുമ്പോൾ ഫീമെയിൽ ഗാമീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു, ഫീമെയിൽ ഗാമീറ്റ്. and from the male gamete and the female gamete they are fusing together and they are forming a zygote. മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും കൂടെ ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഫോം ചെയ്യുന്നു. സൈഗോട്ട് ലേറ്റർ ഡെവലപ്പ് ഇൻ ടു ആൻ എംബ്രിയോ. ഓക്കെ, അത് എംബ്രിയോ ആയിട്ട് മാറുന്നു. എംബ്രിയോ ലേറ്റർ ഡെവലപ്പ് ഇൻ ടു ആൻ ഇൻഡിവിജ്വൽ. ഇങ്ങനെയാണ് ഒരു സെക്ഷുവൽ റീപ്രൊഡക്ഷനകത്ത് നടക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോ ടൈപ്പ് ഓഫ് റീപ്രൊഡക്ഷൻ ദാറ്റ് ബിഗിൻസ് വിത്ത് ദ ഫ്യൂഷൻ ഓഫ് ദ മെയിൽ ഗാമേറ്റ് ആൻഡ് ദ ഫീമെയിൽ ഗാമേറ്റ്. മെയിൽ ഗാമേറ്റിന്റെയും ഫീമെയിൽ ഗാമേറ്റിന്റെയും ഫ്യൂഷൻ നടക്കുന്നു. ദാറ്റ് റീപ്രൊഡക്ഷൻ ഈസ് കോൾഡ് ആസ് ദ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അതിനെയാണ് നമ്മൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് ഇത്രേ ആലോചിക്കാനുള്ളൂ. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആവുമ്പോൾ അവിടെ രണ്ട് പാരന്റ്സ് നടക്കുന്നുണ്ട്. സെക്ഷുവലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് പാരന്റ്സിന്റെ ഇൻവോൾവ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്. അവിടുന്ന് രണ്ട് ഗാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഗാമീറ്റ് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. ഫ്യൂസ് ചെയ്ത് ലേറ്റർ പുതിയ ഇൻഡിവിജ്വൽ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത്. ക്ലിയർ? റീപ്രൊഡക്റ്റീവ് പാർട്സ് ഇൻ ഹ്യൂമൻസിൽ നമുക്ക് അറിയാം. അപ്പൊ മെയിൽ പാർട്ടും ഉണ്ടെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഫീമെയിൽ പാർട്ടും ഉണ്ടെന്ന് പറഞ്ഞു. സെക്ഷുവൽ റീപ്രൊഡക്ഷനകത്ത് രണ്ട് ഓർഗൻസ് അല്ലെങ്കിൽ രണ്ട്
പാരന്റ്സ് അവിടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. 2 പാരന്റ്സ് ഉണ്ടാവുമ്പോൾ മെയിൽ പാരന്റും ഉണ്ടാവുന്നു, ഫീമെയിൽ പാരന്റും ഉണ്ടാവുന്നു. മെയിൽ പാരന്റിലാണെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സുകൾ കാണപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ ഫീമെയിലിനകത്താകുമ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് കാണപ്പെടുന്നുണ്ട്. ഓരോ പാർട്ടുകളും അതിൻ്റെതായ ഫങ്ഷൻസ് ചെയ്യുന്നു, അവിടെ നിന്നും മെയിൽ ഗാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനകത്താണെങ്കിലും അവിടെ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഡിഫറെന്റ് സ്ട്രക്ചേഴ്സിൽ നിന്നും അവിടെ ഫീമെയിൽ ഗാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. രണ്ടും ആക്റ്റീവ് ആവുന്ന സമയത്ത് അവർ ഫ്യൂസ് ചെയ്യുന്നു. ഫ്യൂസ് ചെയ്യുമ്പോഴാണ് സൈഗോട്ട് ഫോം ചെയ്യുന്നത്. അപ്പൊ ഇതിനെല്ലാത്തിനും ഈ ഓരോ പ്രോസസ്സിനകത്തും ഡിഫറെന്റ് പാർട്സുകൾ കാണപ്പെടുന്നുണ്ട്. ഈ ഡിഫറെന്റ് പാർട്സ് ആണ് ഈ പറയുന്ന ഓരോ ഗാമേറ്റ്സിനെയും ഫോം ചെയ്യുന്നത്. അവർക്ക് അവരുടേതായ ഓരോ ഫങ്ഷൻസ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഇൻ ഹ്യൂമൻസിൽ കാണുന്ന, ഹ്യൂമൻ ബോഡിക്കകത്ത് കാണുന്ന മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എന്തൊക്കെയാണ്, മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഏതാണ്, അതിനകത്ത് ഏതൊക്കെ പാർട്സുകൾ വരുന്നുണ്ട്, അവരുടെ ഓരോ പാർട്സിന്റെയും ഫങ്ഷൻസ് എന്താണ്, എങ്ങനെയാണ് ഇവര് റീപ്രൊഡക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ എടുക്കുന്ന കേസ് എന്ന് പറയുന്നത് ഹ്യൂമൻസിന്റെ കേസാണ്. ഹ്യൂമൻ ബോഡിയിൽ കാണുന്ന മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഏതാ എന്നുള്ളതും ആ ഓർഗനകത്ത് ഏതൊക്കെ പാർട്സ് വരുന്നുണ്ട് എന്നുള്ളതും ഇവരെങ്ങനെയൊക്കെയാണ് റീപ്രൊഡക്ഷനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കോ, ഇതാണ് നമ്മുടെ ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാം നമുക്ക് ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ പറയുന്നത് ഏതൊക്കെയാണ്? പെന്നീസ് എന്ന് പറയുന്ന ഒരു ഓർഗൻ കാണുന്നുണ്ട്, അതുപോലെ തന്നെ സ്കോട്ടം എന്ന് പറയുന്ന ഓർഗൻ കാണുന്നുണ്ട്, ടെസ്റ്റിക്കിള് കാണുന്നുണ്ട്, പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് കാണുന്നുണ്ട്, സെമിനൽ വെസിക്കിൾസ് കാണുന്നുണ്ട്, ദെൻ വാസ് ഡെഫറൻസ് കാണുന്നുണ്ട്, യുറേത്ര കാണുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഓർഗൻസ് ആണ്. ഓക്കെ, ഓരോ പാർട്സുകളാണ്. അപ്പൊ ഇതിൽ ഓരോ പാർട്ട് എന്ന് പറയുന്നതും അവർക്ക് അവരുടേതായ കുറെ ഫങ്ഷൻസ് ഉണ്ട്. മെയിൻ എന്ന് പറയുന്നത് എന്താണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുമ്പോൾ അവിടുത്തെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റീപ്രൊഡക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് മെയിൽ ഗാമീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് മെയിൽ ഗാമീറ്റും വേണം, ഫീമെയിൽ ഗാമീറ്റും വേണം. ഈ മെയിൽ ഗാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമല്ലോ, അതെവിടെയാണ്? അപ്പൊ അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് നമ്മൾ ഈ പറയുന്ന മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത്. എല്ലാവരും കൂടെ ഇതിനകത്ത് ഈ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനകത്ത് ഡിഫറെന്റ് പാർട്സുകൾ നമുക്ക് കാണപ്പെടുന്നുണ്ട് അല്ലെ. ഓരോ ഡിഫറെന്റ് പാർട്സും എന്ത് ചെയ്യുന്നുണ്ട്? ഈ മെയിൽ ഗാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഏതൊക്കെയാണ് പാർട്സുകൾ എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ഇനി ഇവരുടെയൊക്കെ ഫങ്ഷൻസ് നമുക്ക് നോക്കണം അല്ലെ. എന്തിനാണ് ഇത്രമാത്രം ഓർഗൻസ് അല്ലെങ്കിൽ ഇത്രമാത്രം പാർട്സ് അവിടെ ഉള്ളത്? ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനകത്ത് എന്തിനാണ് ഇത്രയധികം പാർട്സുകൾ വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഓരോ പാർട്സിന്റെയും ഫങ്ഷൻ എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മളിവിടെ നോക്കി വെക്കുക. സ്കോട്ടം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ നമുക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രക്ചറിൽ നിന്നും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഈ സ്കോട്ടത്തിൽ നിന്നും ഒരു ട്യൂബ് പോലത്തെ സ്ട്രക്ചർ വരുന്നുണ്ട് അല്ലെ. ഈ സ്ട്രക്ചറിനെയാണ് നമ്മൾ വാസ് ഡെഫറൻസ് എന്ന് പറയുന്നത്. ദെൻ ദിസ് വാസ് ഡെഫറൻസ് ഇങ്ങനെ വന്ന് സെമിനൽ വെസിക്കിൾസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിലോട്ടാണ് കയറുന്നത്. ഓക്കെ, അപ്പൊ സ്കോട്ടം എന്ന് പറയുന്നത് ബാഗ് ലൈക്ക് സ്ട്രക്ചർ. സ്കോട്ടത്തിൽ നിന്നും ഒരു ട്യൂബ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ വാസ് ഡെഫറൻസ്. ആൻഡ് ദിസ് വാസ് ഡെഫറൻസ് കണ്ടിന്യൂസ് ആൻഡ് ഇറ്റ് joins with the seminal vesicle. Then the seminal vesicles ഇങ്ങനെ കണക്ട് ചെയ്ത് ഇത് എവിടെയായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്? യുറേത്രയിലോട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇവിടെ ഒരു സ്ട്രക്ചർ കാണപ്പെടുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയധികം സ്ട്രക്ചേഴ്സ് ആണ് നമുക്ക് ഉള്ളത്. ഈ പറയുന്ന സ്ട്രക്ചേഴ്സ് ഒക്കെ എങ്ങനെയൊക്കെ എന്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇവര് റീപ്രൊഡക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, ഇത് മാത്രം ഓർത്തിരിക്കുക. സ്കോട്ടം എന്ന് പറയുന്ന സ്ട്രക്ചർ ബാഗ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ഇത് ഇവിടെ കാണുന്നു. അവിടെ നിന്ന് വാസ് ഡെഫറൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് ഗോസ് ടു ദി സെമിനൽ വെസിക്കിൾസിലോട്ട് പോകുന്നു. ഇവിടെ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് കാണപ്പെടുന്നുണ്ട്.
ഓക്കെ, ഞാൻ ഇത് വന്ന് വാസ് ഡിഫറൻസ് ഇങ്ങോട്ട് വരുന്നുണ്ട്, സെമിനൽ വെസിക്കിൾസുമായിട്ട് കൂടി ചേരുന്നുണ്ട്, ഇവിടെ പോസ്ട്രേറ്റ് ഗ്ലാൻഡ് കാണുന്നുണ്ട്, ദെൻ ദർ ഈസ് എ കണ്ടിന്യൂഷൻ ഹിയർ ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ദ യുറേത്ര. ഓക്കെ, ഇതിനെയാണ് യുറേത്ര എന്ന് പറയുന്നത്. ഇവിടുത്തെ സ്ട്രക്ചർ ആണ് നമ്മൾ പെന്നീസ് എന്ന് പറയുന്ന സ്ട്രക്ചർ. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഓരോന്നിന്റെയും ഫങ്ഷൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ പറഞ്ഞു, മെയിൽ ഗ്യാമീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗൻ ആണ് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത്, അല്ലെ? മെയിൽ ഗ്യാമീറ്റ്. ഈ മെയിൽ ഗ്യാമീറ്റിന് നമ്മൾ പറയുന്ന പേരാണ്, സയന്റിഫിക്കലി നമ്മൾ പറയുന്ന പേരാണ് സ്പേം എന്നുള്ളത്. ഓക്കെ, അപ്പൊ സ്പേം, മെയിൽ ഗാമേറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് സ്പേം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ മെയിൽ ഗാമേറ്റ്. ഈ മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമീറ്റും കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഫെർട്ടിലൈസ് ചെയ്തിട്ടാണ് സൈഗോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്തിനു വേണ്ടിയിട്ടാണ്? മെയിൽ ഗാമേറ്റ് ആയിട്ടുള്ള സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യാനാണ്. അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം അതാണ്. മെയിൽ ഗാമേറ്റ് എന്നും പറയുന്നത് എന്താണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കണം. മെയിൽ ഗാമേറ്റിനെ പറയുന്ന പേരാണ് സ്പേം. ഓക്കെ, ഈ സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുക, ഇവരെ വയബിൾ ആക്കുക എന്നുള്ള ഫങ്ഷൻസ് ആണ് മൊത്തത്തിൽ നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ചെയ്യുന്നത്. ഓക്കെ, അതിലെ ഫസ്റ്റ് പറയുന്ന ഓർഗൻ ആണ് പെന്നീസ് എന്ന് പറയുന്നത്. എന്താണ് പെന്നീസ് എന്ന് പറയുന്നത്? സിലിണ്ടറിക്കൽ ഷേപ്ഡ് ആയിട്ടുള്ള ഓർഗൻ കണ്ടെയ്നിങ് എ സ്മോൾ ഓപ്പണിംഗ് അറ്റ് ഇറ്റ്സ് ടോപ്പ്. ഇറ്റ് സെക്രീറ്റ്സ് സെമൻ വിച്ച് കണ്ടെയ്ൻസ് എ മെയിൽ ഗാമേറ്റ് ഓഫ് ദ സ്പേംസ്. ഇവരുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗന്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേംസ് അല്ലെങ്കിൽ സ്പേമിനെ ക്യാരി ചെയ്യുന്ന ഒരു ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡിനെ പറയുന്ന പേരാണ് സെമൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സെമനിൽ എന്ത് കാണുന്നു? സ്പേംസ് കാണുന്നു. ഈ സെമനും സ്പേംസും എല്ലാം മെയിൽ ഓർഗൻസ് അവിടെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനിലെ ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയ സ്പേംസ് വിത്ത് സെമൻ, അല്ലെ? സെമൻ കാണുന്നത് സ്പേംസ് കാണുന്നത് സെമൻ എന്ന് പറയുന്ന ലിക്വിഡും കൂടെ ചേർന്നിട്ടാണ് ഈ പറയുന്ന സ്പേംസിനെ പുറത്തോട്ട് ഔട്ട് ചെയ്യുന്ന ഒരു ഓർഗനെ പറയുന്ന പേരാണ് പെന്നീസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ സ്ട്രക്ചർ നോക്കിയിട്ടുണ്ടായിരുന്നു, അല്ലെ? പെന്നീസ് പറയുന്ന സ്ട്രക്ചർ ഇതാണ്. അപ്പൊ ഇവിടെയാണ് നമുക്ക് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്കോട്ടത്തിനകത്താണ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സ്കോട്ടത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേംസ് ഇവിടെ സെമിനൽ വെസിക്കിൾസ് എല്ലാം കൂടെ ചേർന്ന് ഒരു സെമൻ എന്ന് പറയുന്ന ഒരു ലിക്വിഡിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഇത് വന്ന് എന്ത് ചെയ്യുന്നു? പെന്നീസിലൂടെ പുറത്തോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പുറത്തോട്ട് കളയുന്ന ഒരു ഓർഗനെ ആണ് എന്തെന്ന് പറയുന്നത്? പെന്നീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ പെന്നീസ് എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗൻ ആണ്. കണ്ടെയ്നിങ് എ സ്മോൾ ഓപ്പണിംഗ്. അവർക്കൊരു സ്മോൾ ഓപ്പണിംഗ് കാണുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേംസ് വിത്ത് ദ സെമൻ പുറത്തോട്ട് കളയാനായിട്ട്. ക്ലിയർ? ഓക്കെ, സോ ഇറ്റ് സെക്രീറ്റ് സെമൻ വിച്ച് കണ്ടെയ്ൻസ് ദ മെയിൽ ഗാമേറ്റ് ഓഫ് ദ സ്പേംസ്. അതിനെ പുറത്തോട്ട് കളയാനായിട്ടുള്ള ഒരു സിലിണ്ടറിക്കൽ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ഓർഗനെ പറയുന്ന പേരാണ് പെന്നീസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി അടുത്തത് സ്കോട്ടം എന്ന് പറയുന്ന സ്ട്രക്ചർ. അതിന്റെ തൊട്ടടുത്ത് തന്നെ കാണുന്ന സ്കോട്ടം എന്ന് പറയുന്നത്, അവിടെയാണ് നമ്മൾ പറഞ്ഞത്, അല്ലെ? സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ സെമൻസ് അല്ലെങ്കിൽ പറയുന്ന സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ആണ് സ്കോട്ടം എന്ന് പറയുന്നത്. ബാഗ് ലൈക്ക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് സ്കോട്ടം എന്ന് പറയുന്നത്. ബാഗ് ലൈക്ക് അല്ലെങ്കിൽ സാക്ക് ലൈക്ക് നമുക്ക് പറയാം. അപ്പോ സ്കോട്ടം എന്ന് പറയുന്ന സ്ട്രക്ചർ എന്താണ്? സാക്ക് ലൈക്ക് സ്ട്രക്ചർ പ്രസന്റ് ബിഹൈൻഡ് ദ പെന്നീസ്. പെന്നീസിന്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ കണ്ട ബാഗ് ലൈക്ക് സ്ട്രക്ചർ, അതിനെയാണ് നമ്മൾ സ്കോട്ടം എന്ന് പറയുന്നത്. ദ ടെസ്റ്റിക്കിൾസ് ഓഫ് ദ ടെസ്റ്റിസ് ആർ പ്രസന്റ് ഇൻ ദിസ് ഓർഗൻ. അവിടെയാണ് ടെസ്റ്റിക്കിൾസ് അല്ലെങ്കിൽ ടെസ്റ്റിസ് എന്ന് പറയുന്ന ഓർഗൻസ് കാണുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ദം ദ റൈറ്റ് ടെമ്പറേച്ചർ സോ ദാറ്റ് ദേ ക്യാൻ പ്രൊഡ്യൂസ് ദ സ്പേംസ്. അപ്പൊ സ്കോട്ടത്തിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താ? സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യുക. ഇവിടെയാണ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. സ്പേംസ് എന്ന് പറയുന്നത് എന്തെന്നാ നമ്മൾ പറഞ്ഞത്? ഇറ്റ് ഈസ് എ മെയിൽ ഗാമേറ്റ്, അല്ലെ? മെയിൽ ഗാമേറ്റ് ആയിട്ടുള്ള സ്പേംസ് സ്കോട്ടത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ഈ പറയുന്ന സ്പേംസ് വയബിൾ ആവണമെങ്കിൽ അവർക്ക് നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചറിൽ നിലനിൽക്കാനായിട്ട് സാധിക്കില്ല, വയബിൾ ആവില്ല. അതുകൊണ്ടാണ് ഇത് ഈ സ്കോട്ടം എന്ന് പറയുന്ന സ്ട്രക്ചർ ഈസ് ഫൗണ്ട് ബിലോ ദ അബ്ഡോമിനൽ കാവിറ്റി.
ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്തുകൊണ്ടാണ് സ്കോട്ടം എന്ന് പറയുന്ന സ്ട്രക്ചർ അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ താഴെയായിട്ട് കാണപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? ടു ഡിക്രീസ് ദ നോർമൽ ബോഡി ടെമ്പറേച്ചർ. നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചറിനേക്കാളും കുറഞ്ഞ ഒരു ടെമ്പറേച്ചറിൽ മാത്രമേ സ്കോട്ടം പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേംസ് വയബിൾ ആവുന്നുള്ളൂ. അങ്ങനെ വയബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്കോട്ടം അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ താഴെയായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നോർമൽ ബോഡി ടെമ്പറേച്ചറിലാണെന്നുണ്ടെങ്കിൽ ഈ സ്പേംസ് വയബിൾ ആവില്ല. അതിൻ്റെതായ ഒരു മോട്ടിലിറ്റിയും കാര്യങ്ങളും ഫെർട്ടിലിറ്റിയും ഒന്നും അവർക്ക് ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്കോട്ടം അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ താഴെയായിട്ട് കാണപ്പെടുന്നത്. അപ്പൊ അവിടെ ഒരു നോർമൽ, ഒരു റൈറ്റ് ടെമ്പറേച്ചർ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഈ സ്പേംസിന് നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നോർമൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഒരു റൈറ്റ് ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു ഫംഗ്ഷൻ കൂടെ നമ്മളെ സ്കോട്ടം അവിടെ ചെയ്യുന്നുണ്ട്. ക്ലിയർ? അപ്പൊ സ്കോട്ടം കാണുന്നത് എവിടെയാണ്? ഇൻ എ ബാഗ് ലൈക്ക് സ്ട്രക്ചർ. എവിടെയായിട്ടാണ് കാണുന്നത്? ഇൻ എ ബാഗ് ലൈക്ക്. ഇതാണ് സ്കോട്ടം എന്ന് പറയുന്ന സ്ട്രക്ചർ. ഈ ഒരു പോർഷൻ ബാഗ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടാണ്, അല്ലെങ്കിൽ സാക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ് സ്കോട്ടം എന്ന് പറയുന്നത്. ഇതിനകത്ത് ടെസ്റ്റിസ് കാണുന്നു. അപ്പൊ ഈ സൈഡും ആ സൈഡും ആയിട്ട് രണ്ട് ടെസ്റ്റിസ് ആണ്, പെയർ ഓഫ് ടെസ്റ്റിസ് എന്നാണ് പറയുന്നത്. അപ്പൊ സ്കോട്ടത്തിനകത്ത് ഒരു പെയർ ഓഫ് ടെസ്റ്റിസ് കാണപ്പെടുന്നുണ്ട്. സ്കോട്ടത്തിനകത്താണ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് കാണുന്നത് എവിടെയാണ്? outside the abdominal cavity or below the abdominal cavity, because to provide a right temperature to the sperms. Okay, അപ്പൊ അതാണ് നമ്മുടെ സ്കോട്ടം എന്ന് പറയുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടെസ്റ്റിസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. എവിടെയാണ് ടെസ്റ്റിസ് കാണുന്നത്? സ്കോട്ടം എന്ന് പറയുന്ന ദാറ്റ് സാക്ക് ലൈക്ക് സ്ട്രക്ചറിലെ രണ്ട് പെയേഴ്സ് ആയിട്ടാണ് ആര് കാണുന്നത്? ടെസ്റ്റിസ് കാണുന്നത്. ഓക്കെ, അപ്പോ ടെസ്റ്റിസ് എന്ന് പറയുന്നത് പെയർ ഓഫ് ടെസ്റ്റിസ് ആണ് കാണപ്പെടുന്നത്. എവിടെയാണ് കാണുന്നത്? ഇൻ ദ സ്കോട്ടം. സ്കോട്ടത്തിനകത്താണ് ടെസ്റ്റിസ് കാണുന്നത്. എന്താണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത്? ഇസ് കൺസിസ്റ്റ് ഓഫ് കോയിൽഡ് ആയിട്ടുള്ള ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ടെസ്റ്റിസ് എന്ന് പറയുന്നത്. അവരാണ് ആക്ച്വലി സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യും, അതിനെ സ്റ്റോർ ചെയ്യുന്ന സ്ട്രക്ചർ ആണ് നമ്മുടെ സ്കോട്ടം എന്ന് പറയുന്നത്. സ്കോട്ടത്തിനകത്ത് ടെസ്റ്റിസ് എന്ന് പറയുന്ന സ്ട്രക്ചർ ആണ് ആക്ച്വലി സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദ ടെസ്റ്റിസ് ഓൾസോ ജനറേറ്റ് ദ മെയിൽ സെക്സ്. പിന്നൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ടെസ്റ്റിസ് എന്ന് പറയുന്നത് സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന്റെ കൂടെ തന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള മെയിൽ സെക്സ് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മെയിൽ ഹോർമോൺ എന്ന് പറയുന്ന ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ കൂടെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ക്ലിയർ? അത് ഓർത്തിരിക്കണം. അപ്പൊ നമ്മളിപ്പോ ഏതൊക്കെ സ്ട്രക്ചേഴ്സ് പറഞ്ഞു? പെന്നിസ് എന്ന് പറയുന്ന സ്ട്രക്ചർ പറഞ്ഞു. പെന്നിസ് എന്ന് പറയുന്നത് ഒരു മസ്കുലർ സ്ട്രക്ചർ ആണ്, സർക്കുലർ സ്ട്രക്ചർ ആണ്. അതിനകത്ത് ഒരു ഓപ്പണിംഗ് കാണുന്നുണ്ട്. ഈ ഓപ്പണിംഗിലൂടെയാണ് സ്പേംസ് വിത്ത് സെമൻ പ്രൊഡ്യൂസ് പുറത്തേക്ക് പോകുന്നത് എന്ന് പറഞ്ഞു. അതിന്റെ കൂടെ തന്നെ പെന്നീസിന്റെ തൊട്ടടുത്തായിട്ട് കാണുന്ന സ്ട്രക്ചറിന് പറയുന്ന പേരാണ് സ്കോട്ടം എന്ന് പറയുന്നത്. സാക്ക് ലൈക്ക് സ്ട്രക്ചർ ആണ് സ്കോട്ടം എന്ന് പറയുന്നത്. ഇതിനകത്ത് രണ്ട് പെയർ ഓഫ് ടെസ്റ്റിസ് കാണുന്നുണ്ട്. ടെസ്റ്റിസിനാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ദിറ്റ് പ്രൊഡ്യൂസസ് എ സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് സ്കോട്ടത്തിനകത്താണ്. സ്കോട്ടം പിന്നീട് അത് സ്പേംസ് വിത്ത് സെമൻ അത് പുറത്തേക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വാസ് ഡെഫറൻസിലൂടെയൊക്കെ വന്നിട്ടാണ് അത് പെന്നീസിലൂടെ പുറത്തോട്ട് പോകുന്നത്. ഓക്കെ, അത് ഇപ്പൊ സ്കോട്ടം എന്താന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ടെസ്റ്റിസ് എന്താന്ന് പറഞ്ഞു. ടെസ്റ്റിസ് എന്ന് പറയുന്നത് സ്കോട്ടത്തിൽ തന്നെ കാണുന്ന പെയർ ആയിട്ട് കാണുന്ന ഒരു സ്ട്രക്ചർ ആണ് ടെസ്റ്റിസ് എന്ന് പറയുന്നത്. സർക്കുലർ കോയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ടെസ്റ്റിസ്. ടെസ്റ്റിസ് എന്ന് പറയുന്നത് സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ആസ് വെൽ ആസ് എ ഹോർമോൺ, മെയിൽ സെക്സ് ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണിനെയും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഇവിടെ പറഞ്ഞു. അപ്പൊ പെന്നീസ് പറഞ്ഞു, സ്കോട്ടം പറഞ്ഞു, ടെസ്റ്റിസ് പറഞ്ഞു. ക്ലിയർ ആണ്? ഓക്കെ. ദെൻ യുറേത്ര എന്ന് പറയുന്ന സ്ട്രക്ചർ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആണ് യുറേത്ര എന്ന് പറയുന്നത്. It allows the flow of semen that contains the sperms outside the body. The urethra and penis both are also a part of the male urinary system.
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ സ്ട്രക്ചേഴ്സ് പറഞ്ഞു അല്ലെ. നോക്കിയേ, ഇതാണ് നമ്മുടെ പെന്നീസ് എന്ന് പറയുന്ന സ്ട്രക്ചർ, ഇതാണ് നമ്മുടെ സ്കോട്ടം എന്ന് പറയുന്ന സ്ട്രക്ചർ. ഇതിനകത്ത് ടെസ്റ്റിസ് കാണുന്നുണ്ട്. ടെസ്റ്റിസ് ഹോർമോൺസിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആസ് വെൽ ആസ് ദ മെയിൽ ഗാമേറ്റ് ആയിട്ടുള്ള സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഇറ്റ് ഈസ് കമ്മിങ് ത്രൂ ദ വാസ് ഡെഫറൻസിലൂടെ വരുന്നുണ്ട്. എന്നിട്ട് ഇത് എവിടേക്ക് വരുന്നു, ഇവിടെ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡുമായിട്ട് ഇവിടെ മിക്സ് ചെയ്യുന്നു. ആ സമയത്ത് ഇവിടെ സെമിനൽ വെസിക്കിൾസ് കാണുന്നുണ്ട്. സെമിനൽ വെസിക്കിൾസ് ആണ് സെമനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഇറ്റ് ഈസ് കമ്മിങ് ത്രൂ ദ യുറേത്ര. ഈ യുറേത്രയാണ് നമ്മൾ പറഞ്ഞ കോൾഡ് ലൈക്ക് അല്ലെങ്കിൽ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞത്, ദിസ് ബ്ലാക്ക് വൺ. ഓക്കെ, ഇതാണ് നമ്മുടെ യുറേത്ര എന്ന് പറയുന്നത്. ഈ യുറേത്രയിലൂടെയാണ് പിന്നീട് സെമനും അതുപോലെ തന്നെ സെമനിൽ കൂടെ നമ്മുടെ സ്പേംസും മൂവ് ചെയ്ത് വരുന്നത്. ഇത് ഇങ്ങനെ മൂവ് ചെയ്ത് വന്ന് ദാറ്റ് ഈസ് കമ്മിങ് ടു ദ പെന്നീസ് ആൻഡ് ത്രൂ എ നോർമൽ ഓർ എ കോമൺ ഓപ്പണിംഗ് ഇറ്റ് ഈസ് ഗോയിങ് ഔട്ട്. ഓക്കെ, യുറേത്രയിലൂടെ സെമിനൽ വെസിക്കിൾസിലൂടെ വന്ന് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിലൂടെ വന്ന് ഇത് യുറേത്രയിലൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് പെന്നീസിന്റെ അടുത്തോട്ട് വരുന്നുണ്ട്. പെന്നീസിലൂടെയാണ് ഇവരൊരു ഈ പറയുന്ന കോമൺ ഓപ്പണിങ്ങിലൂടെയാണ് ഇവർ ഈ സെമനെയും പുറത്തേക്ക് കളയുന്നത്. അപ്പൊ ഒരു യൂറിനറി സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് ആരൊക്കെ കാണുന്നത്, പെന്നീസും യുറേത്രയും കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ പെന്നീസിലൂടെയാണ് യൂറിൻ പുറത്തേക്ക് പോകുന്നതും അതുപോലെ തന്നെ യുറേത്രയിലൂടെയാണ് സെമൻ അല്ലെങ്കിൽ സെമൻ വിത്ത് സ്പേംസ് പുറത്തോട്ട് പോകുന്നത്. അപ്പൊ ഈ പറയുന്ന യുറേത്ര എന്ന് പറയുന്നതും പെന്നീസ് എന്ന് പറയുന്നതും ഒരു കോമൺ അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും യൂറിനറി സിസ്റ്റത്തിന്റെ കൂടെ പാർട്ടാണ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇവര് രണ്ടുപേരും കോമൺ ഓപ്പണിംഗ്, പെന്നീസിലുള്ള ഒരു കോമൺ ഓപ്പണിങ്ങിലൂടെയാണ് യൂറിൻ ആസ് വെൽ ആസ് ദ സെമൻ ഈസ് ഗോയിങ് ഔട്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? സ്കോട്ടം പറഞ്ഞു, ടെസ്റ്റിസ് പറഞ്ഞു, യുറേത്ര പറഞ്ഞു. അപ്പൊ യുറേത്രയിലൂടെയാണ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്ത്, അതായത് സ്കോട്ടത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വച്ച സ്പേംസ് പുറത്തോട്ടേക്ക് പോകുന്നത് യുറേത്ര എന്ന് പറയുന്ന ഓപ്പണിങ്ങിലൂടെയാണ്. യുറേത്രയും പെന്നീസും യൂറിനറി സിസ്റ്റത്തിന്റെ ഭാഗമാണ്. Okay, is also there. So the urethra and the penis both are also a part of the male urinary system. Okay. But actually urethra is allowing the sperms to go outside. അല്ലെ, സ്പേംസിനെ പുറത്തോട്ട് കളയുന്ന അല്ലെങ്കിൽ പുറത്തോട്ട് കളയുന്ന ഒരു ഓർഗൻ ആണ് ഇതെന്ന് പറയുന്നത്, യുറേത്ര എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ഈസ് ദ വാസ് ഡെഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടിരുന്നു അല്ലെ. വാസ് ഡെഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ നിന്ന്, അതായത് സ്കോട്ടത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേംസ് പോകുന്നത് വാസ് ഡെഫറൻസ് എന്ന് പറയുന്ന ട്യൂബിലൂടെയാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വാസ് ഡെഫറൻസ് എന്ന് പറയുന്ന ട്യൂബ് ദാറ്റ് ക്യാരീസ് ദ സ്പേംസ് ഫ്രം ദ ടെസ്റ്റിക്കിൾസ് ടു ദ യുറേത്ര. ടെസ്റ്റിക്കിളിൽ നിന്നും യുറേത്രയിലോട്ട് കൊടുക്കുന്ന ദാറ്റ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ഈസ് കോൾഡ് ആസ് ദ വാസ് ഡെഫറൻസ്. ഓക്കെ, അപ്പൊ വാസ് ഡെഫറൻസ് നമുക്ക് നോക്കാം. എവിടെയാണ് വാസ് ഡെഫറൻസ് കാണുന്നത്? സ്കോട്ടത്തിനകത്ത് മെയിൽ ഗാമീറ്റ് അല്ലെങ്കിൽ സ്പേം പ്രൊഡ്യൂസ് ചെയ്തു, ടെസ്റ്റിസ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഇവിടെ നിന്നിട്ട് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈ സ്പേംസ് എങ്ങനെയാ പോകുന്നത്? ഇതേ കണ്ടോ, വാസ് ഡെഫറൻസ് എന്ന് പറയുന്ന ട്യൂബ് ലൈക്ക് സ്ട്രക്ചറിലൂടെ പോയതിന് ശേഷമാണ് ഇത് യുറേത്രയിലോട്ട് വരുന്നത്. അപ്പൊ ഇവിടെ നിന്നും യുറേത്രയിൽ എത്താനുള്ള വഴിയായിട്ടാണ് ആര് ആക്ട് ചെയ്യുന്നത്? ദിസ് വാസ് ഡെഫറൻസ് ഈസ് ആക്ടിങ്. ഓക്കെ, അപ്പോ സ്കോട്ടത്തിനകത്ത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സ്പേംസിനെ യുറേത്രയിലോട്ട് എത്തിക്കുന്ന ദാറ്റ് പാർട്ട് ഈസ് കോൾഡ് ആസ് ദി വാസ് ഡെഫറൻസ്. ക്ലിയർ? അപ്പൊ ഇതിന്റെ മൂവ്മെന്റ് നമുക്ക് എങ്ങനെ പറയാം? ആക്ച്വലി ഇവിടെയാണ് സ്കോട്ടത്തിലാണ് ടെസ്റ്റിസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്പേമിന്. സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം this is going through the vas deferens and it is going to the seminal vesicles. ഇവിടെയാണ് സെമൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിലൂടെ കടന്നു വരുന്നു. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിൽ നിന്നും ഇത് എന്ത് ചെയ്യുന്നു? യുറേത്രയിലൂടെ വന്ന് യുറേത്രയിൽ നിന്നും ഇത് യുറേത്രയുടെ കൂടെ നിന്നും ഇത് പുറത്തോട്ട് പെന്നീസിലൂടെ ഇത് എന്ത് ചെയ്യുന്നു? പുറത്തോട്ട് പോകുന്നു. ഇതാണ് ആ ഒരു മൂവ്മെന്റ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്രൊഡ്യൂസ് ചെയ്ത സ്പേംസ് യുറേത്രയിലോട്ട് എത്തിക്കുന്ന ദാറ്റ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ വാസ് ഡെഫറൻസ് എന്ന് പറയുന്നത്.
ക്ലിയർ ആണോ? അപ്പൊ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എവിടെയാണ് നമ്മുടെ സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? ഇന്നെ സ്കോട്ടം. പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? സ്കോട്ടത്തിനകത്തുള്ള ടെസ്റ്റിസിൽ നിന്ന് ഇത് എവിടേക്ക് പോകുന്നു? വാസ് ഡെഫറൻസിലൂടെ പോകുന്നു. വാസ് ഡെഫറൻസിലൂടെ പോയി ഇത് എവിടേക്ക് എത്തുന്നു? യുറേത്രയിലോട്ട് എത്തുന്നു. യുറേത്രയിൽ നിന്ന് ഇത് പെന്നീസിലൂടെ പുറത്തേക്ക് പോകുന്നു. ഇതാണ് ഇവിടുത്തെ മൂവ്മെന്റ് നടക്കുന്നത്. വാസ് ഡെഫറൻസിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ സെമിനൽ വെസിക്കിൾസ് ഉണ്ട്. സെമിനൽ വെസിക്കിൾസ് എന്ന് പറയുന്ന സ്ട്രക്ചർ അവിടെ സെമൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഫ്ലൂയിഡിനെ പ്രൊഡ്യൂസ് ചെയ്ത് ഈ സ്പേംസിനെ ഇങ്ങോട്ട് കൊടുക്കും. അപ്പൊ സ്പേംസിലോട്ട് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ സ്പേംസ് മൂവ് ചെയ്ത് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ സെമിനൽ വെസിക്കിൾസ് ഉണ്ട്. ഇവരൊരു ഫ്ലൂയിഡിനെ കൊടുക്കും. അപ്പൊ ആ സ്പേംസിന് കുറച്ചുകൂടെ ഈസി ആയിട്ട് ആ ഫ്ലൂയിഡിൽ കിടന്ന് ഇങ്ങനെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്, അവരും ഒരു പ്രോസ്ട്രേറ്റ് ഫ്ലൂയിഡിനെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഈ പറയുന്ന സ്പേമിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ ഒക്കെ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് പ്രോസ്ട്രേറ്റ് ഫ്ലൂയിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഫ്ലൂയിഡിനകത്ത് ഈ സ്പേംസിന് ആവശ്യമുള്ള ന്യൂട്രീഷൻ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ ഇത് നല്ല വയബിൾ ആയി ഇത് എങ്ങോട്ട് പോകും? യുറേത്രയിലോട്ട് പോകുന്നുണ്ട്. യുറേത്രയിലോട്ട് വയബിൾ ആയിട്ടുള്ള സ്പേം പിന്നീട് പെന്നീസിലൂടെയാണ് പുറത്തോട്ട് പോകുന്നത്. അപ്പൊ ആ സ്പേംസ് ആ സമയത്തൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് സെമിനൽ വെസിക്കിൾസും പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡും അവിടെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇവര് മൂവ്മെന്റിൽ ആരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ അവരുടെ ഒരു പാത്വേ, സ്പേമിന്റെ പാത്വേ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമുക്കറിയാം, സ്കോട്ടത്തിൽ പ്രൊഡ്യൂസ് ചെയ്ത് ഇത് വാസ് ഡെഫറൻസിലൂടെ മൂവ് ചെയ്ത് എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ട് പോകുന്നു? വാസ് ഡെഫറൻസിലൂടെ മൂവ് ചെയ്തതിന് ശേഷം ഇത് യുറേത്രയിലോട്ട് പോകുന്നു. യുറേത്രയിൽ നിന്നും ഇത് പെന്നീസിലൂടെ പുറത്തോട്ടും പോകുന്നുണ്ട്. ഓക്കെ, അതിന്റെ വഴിക്കാണ് ഇവർ ആരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ സെമിനൽ വെസിക്കിൾസും അതുപോലെ തന്നെ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡും അവിടെ ആക്ട് ചെയ്യുന്നത്. സെമിനൽ വെസിക്കിൾസ് അവർക്ക് ഈ പറയുന്ന സ്പേമിനെ ഈസി ആയിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു ഫ്ലൂയിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് ആണെങ്കിലും ഇവർക്ക് സ്പേംസിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഒരു ഫ്ലൂയിഡിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ സെമിനൽ വെസിക്കിൾസ് എന്ന് പറയുന്നത് സെമൻ എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിലൂടെ ഇവർക്ക് ഈസി ആയിട്ട് ഫ്ലോ ചെയ്യാനായിട്ട് പറ്റുന്നു. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് ആണെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന സ്പേംസിന്റെ ന്യൂട്രീഷന് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. അങ്ങനെ ഇവർ ഈസി മൂവ്മെന്റ് വഴി യുറേത്രയിലോട്ട് എത്തുന്നു. യുറേത്രയിൽ നിന്നും ഇവര് പെന്നീസിലൂടെ പുറത്തോട്ട് പോകുന്നു. ഇതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്ന സ്ട്രക്ചേഴ്സും യുറേത്ര നമ്മൾ പറഞ്ഞു, കോമൺ ഓപ്പണിംഗ്, വാസ് ഡെഫറൻസ് നമ്മൾ പറഞ്ഞു, മൂവ് ചെയ്യുന്നത് ആ യുറേത്രയിലോട്ട് എത്തിക്കുന്ന ദാറ്റ് ട്യൂബുലർ സ്ട്രക്ചർ ഈസ് കോൾഡ് ആസ് ദ വാസ് ഡെഫറൻസ്. ദെൻ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് നമ്മൾ പറഞ്ഞു അല്ലെ. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്? പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരുന്ന ന്യൂട്രീഷൻ ആണ് ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Okay, this gland located under the urinary bladder, it secretes the prostate fluid അവർ produce ചെയ്യുന്നു, which makes 1/3 content of the semen. This fluid contains some enzymes. ഏതൊക്കെ കാണുന്നുണ്ട്? സിങ്ക് കാണുന്നുണ്ട്, citric acids കാണുന്നുണ്ട്, കുറച്ച് enzymes കാണുന്നുണ്ട്. This makes the sperm nutritive. ഓക്കെ, അപ്പൊ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്രീഷൻ ആണ്. ആർക്ക് ന്യൂട്രീഷൻ കൊടുക്കുന്നു? സ്പേംസിന് ന്യൂട്രീഷൻ കൊടുക്കുന്നു. ക്ലിയർ ആണോ? അപ്പൊ ഈ സെമൻ എന്ന് പറയുന്ന ഫ്ലൂയിഡിലെ 1/3 പാർട്ടും എവിടെ നിന്നും വരുന്നു? പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ നിന്നാണ് വരുന്നത്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസ്റ്റേറ്റ് ഫ്ലൂയിഡിനകത്ത് അവർക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സെമിനൽ വെസിക്കിൾസ് എന്ത് ചെയ്യുന്നു? They have a pouch-like structure. They are located above the prostate gland and connect with the vas deferens. They also secrete fluid that provide nourishment to the sperms. Seminal vesicles എന്താണ് ചെയ്യുന്നത്? They are the pouch-like structures. Pouch-like structures കാണുന്നുണ്ട്. അതുപോലെ തന്നെ located in the prostate gland and connect the vas deferens. They also secrete they also provide the nourishment to the sperms. അവർക്ക് ആവശ്യമുള്ള nourishmentും അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് സ്ട്രക്ചർ ആണ് വാസ് ഡെഫറൻസ് എന്ന് പറയുന്നത്. എന്താണ് വാസ് ഡെഫറൻസ് എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു,
പ്രൊഡ്യൂസ് ചെയ്യുന്നത്, സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്കോട്ടം എന്ന് പറയുന്ന സ്ട്രക്ചറിനകത്താണ്. സ്കോട്ടത്തിനകത്തുള്ള ടെസ്റ്റിസിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടെസ്റ്റിസിനകത്ത് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് വാസ് ഡെഫറൻസിലൂടെ പോയിട്ടാണ് അത് യുറേത്രയിലോട്ട് എത്തുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു പാത്ത് വേയില് ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്തു നിന്നും ഇത് പുറത്തോട്ട് പോകുന്ന സ്ട്രക്ചറിലോട്ട് എത്തിക്കുന്ന ദാറ്റ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ വാസ് ഡെഫറൻസ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. അതായത് വാസ് ഡെഫറൻസ് എന്ന് പറയുന്ന സ്ട്രക്ചർ കാണുന്നത് നമുക്ക് എവിടെയായിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്തത്, സ്കോട്ടത്തിൽ നിന്നും ഇവിടെയാണ് നമ്മുടെ ടെസ്റ്റിസ് ഉള്ളത് അല്ലെ. ഇവിടെയാണ് ടെസ്റ്റിസ് സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സ്പേംസ് ഇവിടെ നിന്നും ട്രാവൽ ചെയ്ത്, ഇവരുടെ മൂവ്മെന്റ് ഇങ്ങനെയാണ് വരുന്നത്, ഇത് ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് എവിടേക്ക് എത്തുന്നുണ്ട്, നമ്മുടെ യുറേത്രയിലോട്ട് എത്തുന്നുണ്ട്. ഇതാണ് യുറേത്ര എന്ന് പറയുന്ന പോർഷൻ എന്ന് പറഞ്ഞു. അപ്പോ ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേംസ് ഇങ്ങനെ മൂവ് ചെയ്ത് യുറേത്രയിലോട്ട് എത്തുന്നുണ്ട്. ഈ യുറേത്രയിലോട്ട് എത്തിക്കുന്ന ദിസ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ, ഈ ട്യൂബ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ വാസ് ഡെഫറൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ മൂവ് ചെയ്ത് വരുന്ന സമയത്ത് ഇതിന്റെ വഴിക്ക് വെച്ച് ആരുണ്ട്, നമ്മുടെ സെമിനൽ വെസിക്കിൾസ് ഇവിടെ കാണപ്പെടുന്നുണ്ട്. സെമിനൽ വെസിക്കിൾസ് അവിടുന്ന് അവര് സെമൻ എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡിനെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ സെമൻ പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ആ സ്പേംസ് അതിൽ കിടന്ന് ആ സെമൻ എന്ന് പറയുന്ന ഫ്ലൂയിഡിലൂടെ ഇത് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിലൂടെ കടന്നിട്ടാണ് ഇത് യുറേത്രയിലോട്ട് എത്തുന്നത്. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് ഇവിടെ ഒരു ഫ്ലൂയിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദാറ്റ് ഫ്ലൂയിഡ് ഈസ് കോൾഡ് ആസ് ദി പ്രോസ്ട്രേറ്റ് ഫ്ലൂയിഡ് ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസ് ദ നറിഷ്മെന്റ്, അല്ലെങ്കിൽ ഇവർക്ക് ആവശ്യമുള്ള ആ ഒരു മൂവ്മെന്റ്, ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പ്രോസ്ട്രേറ്റ് എന്ന് പറയുന്ന ഗ്ലാൻഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവരിവിടെ കൊടുക്കുന്നത് എന്താ, പ്രോസ്ട്രേറ്റ് ഫ്ലൂയിഡ് ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പ്രോസ്ട്രേറ്റ് ഫ്ലൂയിഡ്. ഓക്കെ, എന്നിട്ട് ഈ സ്പേംസ് വിത്ത് സെമൻ എന്ന് പറയുന്നത് സെമിനൽ വെസിക്കിൾസിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്തതാണ്. ഈ സെമൻ വിത്ത് സ്പേംസ് എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്ത് ഇത് യുറേത്രയിലോട്ട് വരുന്നുണ്ട്. യുറേത്രയിൽ നിന്നും ഇവര് കോമൺ ഓപ്പണിംഗ് വഴി പെന്നീസിലോട്ട് എത്തുന്നു. പെന്നീസിൽ നിന്നാണ് ഇവർ പുറത്തോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത്, സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സ്കോട്ടത്തിൽ നിന്നും ഇത് പുറത്തോട്ട് പോകുന്ന ഈ യുറേത്രയിലോട്ട് എത്തിക്കുന്നത് ആര് വഴിയാണ്, ദിസ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ, ആൻഡ് ദിസ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ഈസ് കോൾഡ് ആസ് ദ വാസ് ഡെഫറൻസ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്ലേസിൽ നിന്നും ഇവര് പുറത്തോട്ട് പോകുന്ന ആ പ്ലേസിലോട്ട് എത്തിക്കുന്ന ദാറ്റ് പാത്ത് വേ, അല്ലെങ്കിൽ ആ ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ വാസ് ഡെഫറൻസ് എന്ന് പറയുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ നിന്നും, ഇത് പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഈ സ്പേംസ് മൂവ് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട് അല്ലെ, സ്പേംസ് മൂവ് ചെയ്ത് വാസ് ഡെഫറൻസിലൂടെ മൂവ് ചെയ്ത് വരുന്നുണ്ട്. ഈ വരുന്ന സമയത്താണ് ഇവിടെ സെമിനൽ വെസിക്കിൾസിലൂടെ കടന്നു വരുമ്പോൾ സെമിനൽ വെസിക്കിൾസ് അവർക്ക് ആവശ്യമായിട്ടുള്ള സെമൻ എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡിനെ കൂടെ ഈ സ്പേംസിലോട്ട് കൊടുക്കുന്നു. അപ്പൊ ഈ സ്പേംസിന് മൂവ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമാവും വിത്ത് ദിസ് സെമൻ. ഓക്കെ, അങ്ങനെ ഈ സെമനിൽ കിടന്ന് ഇത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ദാറ്റ് ഈസ് റീച്ചിങ് ടു ദ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ്, പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിലോട്ട് എത്തുന്നു. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡും അവിടെ ഒരു ഫ്ലൂയിഡിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഫ്ലൂയിഡും കൂടെ കൊടുത്ത് ദാറ്റ് ഫ്ലൂയിഡ് ഈസ് അവിടെ ലൈവ് ആക്കി വെക്കാനുള്ള ഒരു ഫംഗ്ഷൻ ആണ് പ്രോസ്ട്രേറ്റ് ഫ്ലൂയിഡ് ചെയ്യുന്നത്. അങ്ങനെ ആ സ്പേംസ് വിത്ത് ദ സെമൻ ഈസ് മൂവിങ് ടു ദ യുറേത്ര. യുറേത്രയിലോട്ട് ഇത് വന്ന് പെന്നീസിൽ എത്തുന്നു. പെന്നീസിൽ നിന്നാണ് ഇവര് ഒരു കോമൺ ഓപ്പണിംഗ് വഴി പുറത്തോട്ട് പോകുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ദിസ് കോയിൽഡ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ വാസ് ഡെഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ? പെന്നീസ് ഉണ്ട്, സ്കോട്ടം നമ്മൾ പറഞ്ഞു, ടെസ്റ്റിസ് പറഞ്ഞു, യുറേത്രയാണ് ദാറ്റ് കോമൺ ഓപ്പണിംഗ് പറയുന്നത്, പുറത്തോട്ട് കളയുന്നത്. അതുപോലെ തന്നെ വാസ് ഡെഫറൻസ് എന്ന് പറയുന്ന ദാറ്റ് ട്യൂബ് ദാറ്റ് ക്യാരീസ് ദ സ്പേംസ് ഫ്രം ദ ടെസ്റ്റിക്കിൾസ് ടു ദ യുറേത്ര. ടെസ്റ്റിസിൽ നിന്നും സ്കോട്ടത്തിൽ നിന്നും സ്പേംസിനെ യുറേത്രയിലോട്ട് എത്തിക്കുന്ന ദാറ്റ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ഈസ് കോൾഡ് ആസ് ദ വാസ് ഡെഫറൻസ്. ക്ലിയർ? The next is called as the
പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് അല്ലെ. എന്താണ് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞത്? നമ്മൾ നേരത്തെ പറഞ്ഞു എന്തായിരുന്നു, സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്ത് നിന്നും ഇത് യുറേത്രയിലോട്ട് എത്തുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ഉണ്ടാവുന്ന ഒരു സ്ട്രക്ചർ ആണ് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഒരു ഗ്ലാൻഡ് ആണ്. ഓക്കെ, ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഗ്ലാൻഡിനകത്ത് സെക്രീഷൻസ് നടക്കുന്നുണ്ട്, ഹോർമോൺസും കാര്യങ്ങളും അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഗ്ലാൻഡ്സ് ആണെങ്കിൽ എന്തിനെ ആയാലും അവിടെ ഒരു സെക്രീഷൻ ഉണ്ടാവുന്നുണ്ട്. സെക്രീഷൻ അതിനകത്ത് എന്തൊക്കെ കാണുന്നു? കുറച്ചധികം എൻസൈംസ് കാണുന്നുണ്ട്, സിങ്ക് കാണുന്നുണ്ട്, അതുപോലെ തന്നെ സിട്രിക് ആസിഡുകൾ കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദിസ് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് secretes a fluid which makes the 1/3 content of the semen. ആ സെമൻ എന്ന് പറയുന്ന സെമിനൽ വെസിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഫ്ലൂയിഡിൽ 1/3 പാർട്ടും ഡൊണേറ്റ് ചെയ്യുന്നത് ആരാണ്? ദിസ് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് ആണ്. ഓക്കെ, അതിനകത്ത് എന്തൊക്കെ കാണുന്നുണ്ട്? കുറെ അധികം എൻസൈംസ് കാണുന്നു, സിങ്ക് കാണുന്നു, അതുപോലെ തന്നെ സിട്രിക് ആസിഡ് പോലെയുള്ള കണ്ടന്റ് ഒക്കെ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിനകത്ത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡിനകത്ത് കാണപ്പെടുന്നുണ്ട്. Okay, that is called as the prostrate gland. Then next is the seminal vesicles. Seminal vesicles എന്ന് പറയുന്നത് നമുക്കറിയാം പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡിലോട്ട് എത്തുന്ന വഴിക്ക് കാണുന്ന ഒരു സ്ട്രക്ചർ ആണ് സെമിനൽ വെസിക്കിൾസ് എന്ന് പറയുന്നത്. പൗച്ച് ലൈക്ക് സ്ട്രക്ചർ ആണ് സെമിനൽ വെസിക്കിൾസ്, ആൻഡ് ദേ ആർ ലൊക്കേറ്റഡ് അബൌവ് ദ പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് ആൻഡ് കണക്ട് വിത്ത് ദ വാസ് ഡെഫറൻസ്. ദേ ഓൾസോ സെക്രീറ്റ് എ ഫ്ലൂയിഡ്. അവരും ഒരു ഫ്ലൂയിഡിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നറിഷ്മെന്റ് ടു ദ സ്പേംസ്. സ്പേംസിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന സെമിനൽ വെസിക്കിൾസ് ചെയ്യുന്ന മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ സെമിനൽ വെസിക്കിൾസിനകത്ത് എന്തൊക്കെ നടക്കുന്നു? സെമൻ എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ സെമനിൽ എന്നും കൂടെ നടക്കുന്നുണ്ട്. സെമൻ എന്ന് പറയുന്ന ഫ്ലൂയിഡ് എന്നും കൂടെ ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ദ ന്യൂട്രീഷൻ ഫോർ ദ സ്പേംസ്. സ്പേംസിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് പ്രൊവൈഡ് ചെയ്യുക, അതാണ് സെമിനൽ വെസിക്കിൾസിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. സെമിനൽ വെസിക്കിൾസ് എവിടെയായിട്ടാണ് കാണപ്പെടുന്നത്? സ്കോട്ടത്തിൽ നിന്നും വാസ് ഡെഫറൻസിലോട്ട് വരുന്ന വഴിക്ക് എവിടെയായിട്ട് ഒരു പൗച്ച് ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് കാണപ്പെടുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ സെമിനൽ വെസിക്കിൾസ് എന്ന് പറയുന്നത്. സെമിനൽ വെസിക്കിൾസ് ഒരു ഫ്ലൂയിഡിനെ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഫ്ലൂയിഡിന് പറയുന്ന പേരാണ് സെമൻ. ഓക്കെ, അത് മറക്കരുത്. സെമിനൽ വെസിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ്, ആ ഫ്ലൂയിഡിനെ പറയുന്ന പേരാണ് സെമൻ എന്ന് പറയുന്നത്. സെമന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് സ്പേംസിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ? സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ സെമിനൽ വെസിക്കിൾ. ഓക്കെ, മെയിൻ ഫങ്ഷൻ ഇസ് ദ നറിഷ്മെന്റ്. ഓർത്തിരിക്കാം. ഓക്കെ, ദെൻ മെയിൽ സെക്സ് ഹോർമോൺ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ദാറ്റ് ഹോർമോൺസിന്റെ പേരാണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. മെയിലിന് ആവശ്യമായിട്ടുള്ള ക്യാരക്ടേഴ്സ്, മെയിൽ സെക്കൻഡറി ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറയും അല്ലെ. അങ്ങനെ ആ ഒരു സെക്ഷുവൽ ക്യാരക്ടേഴ്സ് കൊടുക്കുന്ന, മെയിലിന് ആവശ്യമായിട്ടുള്ള സെക്ഷുവൽ ക്യാരക്ടേഴ്സ് കൊടുക്കുന്ന ഒരു ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. അപ്പൊ മെയിലിലുള്ള ആ ഒരു ക്യാരക്ടർ അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹോർമോൺസ് ആണ്, മെയിൽ ക്യാരക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ടെസ്റ്റിസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടെസ്റ്റിസ് എവിടെയാണ് കാണുന്നത്? ഇൻസൈഡ് ദ സ്കോട്ടം. എത്ര ടെസ്റ്റിസ് കാണുന്നുണ്ട്? ഒരു പെയർ. പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ നമ്മള്? അതെ. അപ്പൊ ടെസ്റ്റിസ് പ്രൊവൈഡ് ദ ടെസ്റ്റോസ്റ്റിറോൺ. ടെസ്റ്റിസ് ആണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കൺട്രോൾസ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉണ്ട് അല്ലെ, നമ്മുടെ ബ്രെയിനകത്ത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കാണപ്പെടുന്നുണ്ട്. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് തീരുമാനിക്കുന്നത് എത്രമാത്രം ഹോർമോൺ അവിടെ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന്. അപ്പൊ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഒരു ഇൻഫർമേഷൻ കൊടുക്കും ടെസ്റ്റിസിനകത്തോട്ട്, ഇത്ര ഹോർമോൺസ് നീ പ്രൊഡ്യൂസ് ചെയ്യണം, ഇത്ര ക്യാരക്ടേഴ്സ് അവിടെ ഉണ്ടാക്കണം എന്നുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് ടെസ്റ്റിസ് ഇവിടെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺസിനെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ടെസ്റ്റോസ്റ്റിറോണിന്റെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ഗ്ലാൻഡ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് ആണ്. ഓക്കെ,
അപ്പൊ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. അപ്പൊ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കൊടുക്കുന്നു, ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്, ഇത്രമാത്രം ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ഇൻഫർമേഷൻസ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കൊടുക്കുന്നുണ്ട്. ആ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ഇൻഫർമേഷൻ അനുസരിച്ച് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺസിനെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺസ് എന്തിനുള്ളതാണ്? മെയിൽ സെക്ഷുവൽ ക്യാരക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ്. ക്ലിയർ? അപ്പൊ ദിസ് ഹോർമോൺ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ മെയിൽ സെക്സ് ഓർഗൻസ് അല്ലെങ്കിൽ ഹോർമോൺസ്. ഓക്കെ, അപ്പൊ മെയിൽ സെക്സ് ഓർഗൻസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ അതിന്റെ മെയിൽ സെക്സ് ക്യാരക്ടേഴ്സിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ് ഇൻ മെയിൽസ് ഡ്യൂറിംഗ് ദ പ്യൂബർട്ടി. അപ്പൊ അത് ഡെവലപ്പ് ചെയ്യുന്നത്, ഈ പറയുന്ന ടെസ്റ്റോസ്റ്റിറോണിന്റെ പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതൽ കൂടുന്ന ടൈം എന്ന് പറയുന്നത് അവരുടെ പ്യൂബർട്ടി ടൈമിലായിരിക്കും. ഓക്കെ, പ്യൂബർട്ടി സമയത്താണ് ഈ ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ കൂടുന്നത്. അപ്പോഴാണ് ഇവർക്ക് കൂടുതൽ ആ ഒരു ക്യാരക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. അവിടെ വെച്ചാണ് അവരൊരു സെക്ഷുവൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നത് ആ ഒരു ഏജില്. ഓക്കെ, അങ്ങനെ സെക്ഷുവൽ പ്യൂബർട്ടി എന്ന് പറയുന്ന ടൈമിനകത്ത് ഒരു സ്റ്റേജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഒരു പ്യൂബർട്ടി എന്ന് പറയുന്ന സ്റ്റേജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് ആ ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ, സെക്ഷുവൽ ക്യാരക്ടേഴ്സ് ഒക്കെ അവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഡീപ്പനിങ് ഓഫ് ദ വോയിസ്. ഏതൊക്കെയാണ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്? ഡീപ്പനിങ് ഓഫ് ദ വോയിസ് ഉണ്ടാവുന്നു, അതുപോലെ തന്നെ ഫേഷ്യൽ ഗ്രോത്ത്, ഫേഷ്യൽ ആൻഡ് ബോഡി ഹെയർസ് ഒക്കെ ഉണ്ടാവുന്നു. ഓക്കെ, ദീസ് ആർ ദ ക്യാരക്ടേഴ്സ്, ദാറ്റ് ഈസ് സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഓക്കെ, അപ്പൊ എന്താണ് മെയിൽ സെക്സ് ഹോർമോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് മെയിൽ സെക്സ് ഹോർമോൺ എന്ന് പറയുന്നത്? ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ടെസ്റ്റിസിനകത്താണ്. ടെസ്റ്റിസ് എന്താണ് ഈ പറയുന്ന ടെസ്റ്റോസ്റ്റിറോൺ എന്താണ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് പ്രൊഡ്യൂസിങ് ദ സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ് ഇൻ ദ മെയിൽ ആൻഡ് ഓൾസോ ഹെൽപ്സ് ദ ഗ്രോത്ത് ഓഫ് ദ മെയിൽ സെക്സ് ഓർഗൻസ്. ഓക്കെ, മെയിൽ സെക്സ് ഓർഗൻസിന്റെ ഗ്രോത്തിനെ അല്ലെങ്കിൽ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പീരീഡിനെയാണ് അല്ലെങ്കിൽ ആ ഒരു അറ്റൈൻമെന്റ് ഓഫ് ദ സെക്ഷുവൽ മെച്യൂരിറ്റി, ആ ഒരു പീരീഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്യൂബർട്ടി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ആ പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്ന സമയത്ത് അവരിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു മെയിൽസിനകത്ത് ഉണ്ടാവുന്ന ചേഞ്ചുകൾ എന്തൊക്കെയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ പറയാം? ഡീപ്പനിങ് ഓഫ് ദ വോയിസ് പറയാം, അതുപോലെ തന്നെ ഗ്രോത്ത് ഓഫ് ഫേഷ്യൽ ആൻഡ് ദ ബോഡി ഹെയർസ്, ഫേഷ്യലും ബോഡിക്കകത്തും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹെയർസിന്റെ ഗ്രോത്ത്. ഓക്കെ, ദീസ് ആർ ദ ക്യാരക്ടേഴ്സ് ഓഫ് ദി ടെസ്റ്റോസ്റ്റിറോൺ. ഓക്കെ, ഓർ ദ സെക്സ് ഹോർമോൺ, മെയിൽ സെക്സ് ഹോർമോൺ എന്ന് പറയുന്നത്. മെയിൽ സെക്സ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെസ്റ്റിസിനകത്ത്. ഇതാണ് നമ്മുടെ ഒരു സ്പേം സെൽ എന്ന് പറയുന്നത്. സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലെ. ടെസ്റ്റിസ് എന്ന് പറയുന്ന ഓർഗൻ സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യുന്നത് സ്കോട്ടത്തിലാണ് എന്ന് പറയുന്നു. എന്താണ് ഒരു സ്പേം എന്ന് പറയുന്നത്? ആ ഒരു സ്പേമിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു സ്പേം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മെയിൻ 3 സ്ട്രക്ചേഴ്സ് ആണ് നമുക്ക് കാണപ്പെടുന്നത്. ഹെഡ് ഏരിയ എന്ന് പറയുന്നതും നെക്ക് ഏരിയ എന്ന് പറയുന്നതും ടെയിൽ ഏരിയ എന്ന് പറയുന്ന 3 മെയിൻ സെന്റേഴ്സ് നമുക്ക് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ഹെഡ് ഏരിയ എന്ന് പറയുന്നതും അതുപോലെ തന്നെ മിഡിൽ പീസ് അല്ലെങ്കിൽ നെക്ക് ഏരിയ എന്ന് പറയുന്നതും ടെയിൽ ഏരിയ എന്ന് പറയുന്നതുമാണ് സ്പേമിൽ കാണുന്ന മെയിൻ ആയിട്ടുള്ള 3 പാർട്സ് എന്ന് പറയുന്നത്. Testis secretes millions of sperm cells. എത്ര sperm cells ആണ് at a time ഉണ്ടാവുന്നത്? Millions of sperm cells പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് ടെസ്റ്റിസ്. ഓക്കെ, and this sperm comprises of a single cell and has a specific structure with the 3 parts. അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഏതൊക്കെയാണ് മെയിൻ 3 പാർട്സ് എന്ന് പറയുന്നത്? That is called as the head. Okay, head എന്ന് പറയുന്നത് എന്തൊക്കെ കാണുന്നു? It consists of the nucleus. Nucleus കാണുന്നുണ്ട്, which contain the DNA information of the cell. അപ്പോ ഹെഡ് പോർഷനകത്ത് ന്യൂക്ലിയസ് കാണുന്നു, ന്യൂക്ലിയസിനകത്ത് DNA കാണുന്നുണ്ട്. അതിലാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ജെനറ്റിക് കണ്ടന്റുകൾ മുഴുവനും കാണുന്നത്. ഓക്കെ,
The next part is called the middle part അല്ലെങ്കിൽ neck part എന്നൊക്കെ പറയും. It is packed with the cell organelles. അവിടെയാണ് നമുക്ക് കാണുന്ന സെല്ലിനകത്ത് കാണുന്ന സെൽ ഓർഗനൽസ് ഒക്കെ കാണപ്പെടുന്നത്, മൈറ്റോകോൺട്രിയ കാണപ്പെടുന്നത്. ഈ മൈറ്റോകോൺട്രിയ നമുക്ക് എന്തെന്ന് അറിയപ്പെടുന്നത്? മൈറ്റോകോൺട്രിയ ഈസ് കോൾഡ് ആസ് ദ പവർ ഹൗസ് ഓഫ് ദ സെൽ അല്ലെ. ഒരു സെല്ലിന് ആവശ്യമായിട്ടുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെന്റർ ആണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. ഈ മൈറ്റോകോൺട്രിയയും അതുപോലെ തന്നെ ബാക്കി എല്ലാ സെൽ ഓർഗനൽസും കാണുന്നത് സ്പേമിന്റെ മിഡിൽ സെല്ലിനകത്താണ് അല്ലെങ്കിൽ മിഡിൽ പാർട്ടിനകത്താണ്. ഓക്കെ, സോ മൈറ്റോകോൺട്രിയ ആർ റെസ്പോൺസിബിൾ ഫോർ പ്രൊഡ്യൂസിങ് എനർജി ഇൻ ദ സെൽ ആൻഡ് സ്പേം യൂസസ് ദിസ് എനർജി ടു മൂവ്. അങ്ങനെ സ്പേം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ എനർജി യൂസ് ചെയ്തിട്ടാണ് മൂവ് ചെയ്യുന്നത്. Then the tail part കാണപ്പെടുന്നുണ്ട്. This allows the sperm cells to travel at a fastest space. ഓക്കെ, അപ്പൊ ഏറ്റവും സ്പീഡിൽ ട്രാവൽ ചെയ്യാനായിട്ട് അവർക്ക് ആ ഒരു മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഇവരുടെ ടെയിൽ പാർട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഒരു സ്പേം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്പേം എന്ന് പറയുന്ന മെയിൽ ഗാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടെസ്റ്റിസ് ആണ്. ടെസ്റ്റിസിൽ നിന്നും മില്യൺസ് ഓഫ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു സ്പേമിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ 3 മെയിൻ പാർട്സ് നമുക്ക് പറയാം. ഹെഡ് പോർഷൻ ഉണ്ട്, മിഡിൽ പോർഷൻ അല്ലെങ്കിൽ നെക്ക് പോർഷൻ കാണപ്പെടുന്നുണ്ട്, ആൻഡ് ടെയിൽ പോർഷൻ കാണപ്പെടുന്നുണ്ട്. ഇതിനകത്ത് ഹെഡ് പോർഷൻ എന്ന് പറയുന്നത് അവിടെയാണ് ന്യൂക്ലിയസും ന്യൂക്ലിയസിനകത്ത് DNA കാണുന്നത്. അവിടെയാണ് അതിനാവശ്യമായിട്ടുള്ള ജെനറ്റിക് ഇൻഫോർമേഷൻസ് മുഴുവനും കാണുന്നത്. മെയിൻ പാർട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ ഹെഡ് പാർട്ട് എന്ന് പറയുന്നത്. ദെൻ മിഡിൽ പാർട്ട് വരുന്നു. മിഡിൽ പാർട്ടിനകത്ത് സെൽ ഓർഗനൽസ് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. സെൽ ഓർഗനൽസിന്റെ കൂടെ മൈറ്റോകോൺട്രിയയും കാണപ്പെടുന്നുണ്ട്. മൈറ്റോകോൺട്രിയ ആണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള സ്പേംസിന് ആവശ്യമായിട്ടുള്ള മൂവ്മെന്റിന് ആവശ്യമായിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെൽ ഓർഗനൽ എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയ ആണ്. ആ എനർജി ഉപയോഗിച്ചാണ് സ്പേംസ് മൂവ് ചെയ്യുന്നത്. മൂവ്മെന്റിന് ആവശ്യമായിട്ട് അവർക്ക് ആ ഒരു ഈസി മൂവ്മെന്റ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ ആണ് ടെയിൽ എന്ന് പറയുന്നത്. അത് കാരണം ടെയിൽ ഉപയോഗിച്ച് അവര് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. സ്പേമിന്റെ സ്ട്രക്ചർ ക്ലിയർ ആയില്ലോ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഒരു മെയിൻ ആയിട്ട് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനകത്ത് നമുക്ക് പറയാനുള്ളത്. അപ്പൊ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനിൽ വരുന്ന പാർട്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് അല്ലെ. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനകത്ത് ഡിഫറെന്റ് പാർട്സുകളാണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? സ്കോട്ടം എന്ന് പറയുന്ന സാക്ക് ലൈക്ക് സ്ട്രക്ചർ പറഞ്ഞു. സ്കോട്ടത്തിനകത്ത് കാണുന്നത് ടെസ്റ്റിക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ടെസ്റ്റിക്കിൾസ് ആണ് സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ സ്കോട്ടത്തിൽ നിന്നും ടെസ്റ്റിസ് പ്രൊഡ്യൂസ് ചെയ്ത സ്പേംസ് വാസ് ഡെഫറൻസിലൂടെ മൂവ് ചെയ്യുന്നു. ദെൻ മൂവ് ചെയ്ത് ഇതില് സെമിനൽ വെസിക്കിൾസും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. സെമിനൽ വെസിക്കിൾസ് സ്പേംസിന് മൂവ് ചെയ്ത് വരുന്ന സ്പേംസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഫ്ലൂയിഡ്സ് സെക്രീറ്റ് ചെയ്യുന്നു. ദാറ്റ് ഫ്ലൂയിഡ് ഈസ് കോൾഡ് ആസ് ദ സെമൻ. Then this semen with the sperms moving to the prostate gland-ലോട്ട് എത്തുന്നുണ്ട്. ഇവിടെ prostate gland-ഉം ഒരു ഫ്ലൂയിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. That is called as the prostate fluid. And with this prostate fluid, it makes it alive. അല്ല, അതിനെ ലൈവ് ആക്കി വെക്കുന്ന, മൂവ് ചെയ്ത് വരുന്ന സ്പേംസിനെ ലൈവ് ആക്കി വെക്കുന്ന ഒരു ഫംഗ്ഷൻ ആണ് prostate gland ചെയ്യുന്നത് അല്ലെങ്കിൽ prostate fluid ചെയ്യുന്നത്. അങ്ങനെ മൂവ് ചെയ്ത് ഇവർക്ക് മൂവ്മെന്റിന് ആവശ്യമുള്ള ന്യൂട്രീഷൻ ആരാ കൊടുക്കുന്നത്? സെമൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ മൂവ് ചെയ്ത് സ്പേംസ് മൂവ് ചെയ്ത് വാസ് ഡെഫറൻസിലൂടെ വന്ന സ്പേംസ് സെമിനൽ വെസിക്കിൾസിൽ നിന്നും ഫ്ലൂയിഡിനെ വാങ്ങിച്ചു, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ നിന്നും ഫ്ലൂയിഡിനെ വാങ്ങിച്ചു. അതിങ്ങനെ മൂവ് ചെയ്ത് യുറേത്രയിലോട്ട് വരുന്നുണ്ട്. യുറേത്രയിലോട്ട് മൂവ് ചെയ്ത് ഇത് പെന്നീസിലോട്ട് വരുന്നുണ്ട്. പെന്നീസിൽ നിന്നും ഒരു കോമൺ ഓപ്പണിംഗ് വഴി ഇത് പുറത്തോട്ട് പോകുന്നു. ഇതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നതും മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനിൽ വരുന്ന ഡിഫറെന്റ് പാർട്സ് എന്ന് പറഞ്ഞതും ഡിഫറെന്റ് പാർട്സിന്റെ ഡിഫറെന്റ് ഫങ്ഷൻസും നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് ഒരു മെയിൽ ഗാമീറ്റ് അറ്റ് ലാസ്റ്റ് ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഒരു മെയിൽ ഗാമീറ്റ്സ് അല്ലെങ്കിൽ ഒരുപാട് മെയിൽ ഗാമീറ്റ്സ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന മെയിൽ ഗാമീറ്റ്സ് മുഴുവനും പുറത്തോട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ മെയിൽ ഗാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്തു.
മെയിൽ ഓർഗൻസ് മെയിൽ ഗാമീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലൈവായിട്ട് നിൽക്കുന്ന മെയിൽ ഗാമീറ്റ്സ് ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. ഇനി നമുക്ക് എന്ത് വേണം? ഒരു സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു, 2 സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ 2 സെക്സ് ഓർഗൻസ് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ 2 പാരന്റ്സ് അവിടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന 2 പാരന്റ്സിൽ നിന്നും 2 ഗാമീറ്റ്സ് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഈ 2 ഗാമീറ്റ്സും കൂടെ ഫ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഈ 2 ഗാമീറ്റ്സും ഫ്യൂസ് ചെയ്തിട്ടാണ് സൈഗോട്ട് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാവുന്നത്. സൈഗോട്ടിൽ നിന്നാണ് പിന്നീട് എംബ്രിയോ ഉണ്ടാവുന്നത്. എംബ്രിയോയിൽ നിന്നാണ് പിന്നീട് ഒരു ഇൻഡിവിജ്വൽ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പൊ എന്ത് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ? മെയിൽ ഗാമീറ്റ്സ് മാത്രമേ നമ്മളിപ്പോ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ മെയിൽ ഗാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസും മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ വരുന്ന മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സുകളുമാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് എന്തും കൂടെ അറിയണം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്താന്നുള്ളത് നമ്മൾ പറയണം അല്ലെ. അതുപോലെ തന്നെ ആ ഓർഗൻസിൽ കാണുന്ന ഡിഫറെന്റ് പാർട്സ്, ഈ പറയുന്ന പോലെ തന്നെ ഡിഫറെന്റ് പാർട്സുകൾ കാണുന്നുണ്ടാവും. അപ്പൊ ആ ഡിഫറെന്റ് പാർട്സ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് അവിടെ ഒരു ഫീമെയിൽ ഗാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടെ നമുക്ക് പഠിക്കണം. ഓക്കെ, അപ്പൊ എന്തായാലും മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്താന്നുള്ളതും അതുപോലെ തന്നെ അതിനകത്തുള്ള പാർട്സ് ഏതാന്നുള്ളതും ആ ഓരോ പാർട്ടിന്റെയും ഫങ്ഷൻസ് എങ്ങനെയാന്നുള്ളതും മെയിൽ ഗാമീറ്റ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ പഠിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയും വായിച്ചു നോക്കുക, ഇത്രയും പഠിക്കുക നിങ്ങൾ. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്താന്നുള്ള കാര്യം നമുക്ക് പഠിക്കാം. ഓക്കെ, അത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, പിന്നെ എന്തുകൂടെ പഠിക്കാനുണ്ട്? മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും കൂടെ എങ്ങനെയാണ് ഫ്യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഫെർട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ അവിടെ നിന്ന് എങ്ങനെയാണ് ഒരു സൈഗോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പഠിക്കണം. എങ്ങനെയാണ് ഒരു എംബ്രിയോ ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വൽ ഉണ്ടാവുന്നത് എന്നാണ് നമ്മുടെ എയിം. അതാണ് നമുക്ക് പഠിക്കാനുള്ളത് റീപ്രൊഡക്ഷനിൽ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ നമുക്ക് പഠിക്കാം. അപ്പോഴേക്കും ഇത് നന്നായി പഠിച്ചു വരിക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനുമായിട്ട് നമുക്ക് കാണാം. ബൈ.